जयो राधा माधवा जयो कुञ्ज बिहारी जयो राधा माधवा जयो कुञ्ज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि जय राधमाधवा जयो कुञ्ज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 रामा राम रामा हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय जय गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय 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 कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय राधा माधव राधे जय गौरनिताय जय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्ठकी हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्दा राधाकान्द नमोऽस्तु ते तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവതം
ഒന്നാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം സൺ ഓഫ് ദ്രോണ പണിഷ്ഡ് എന്ന 7-ാമത്തെ അധ്യായത്തിന്റെ ഏകദേശം അവസാനത്തെ ശ്ലോകങ്ങളിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഇന്ന് തന്നിട്ടുള്ള ശ്ലോകം 7-ാമത്തെ സ്കന്ധത്തില് നേരത്തെ പറഞ്ഞതിന് വിപരീതമായി നമ്മുടെ 2 ദിവസം പ്രോഗ്രാം ഇല്ലാതിരുന്നതുകൊണ്ട് 49-ാമത്തെ ശ്ലോകമാണ് എനിക്കിന്ന് തന്നിട്ടുള്ളത്. ഇപ്പൊ ശ്ലോകം വായിക്കാം. സൂത ഉവാച ധർമ്മം ന്യായം സകരുണം നിർവ്യാളികം സമം മഹൽ രാജാധർമ്മസുധോ രാജ്ഞാ പ്രത്യനന്ദ ദ്വിജോദിജാ. ധർമ്മം ന്യായം സകരുണം നിർവ്യാളികം സമം മഹൽ രാജാധർമ്മോ സുധോ രാജ്ഞാ പ്രത്യനന്ദ ദ്വിജോവിജാ. ധർമ്മം ന്യായം സകരുണം നിർവ്യാളികം സമം മഹൽ രാജാധർമ്മസുധോ രാജ്ഞാ പ്രത്യനന്ദ ദ്വിജോദിജാ. വിവർത്തനം. സൂത ഗോസ്വാമി അരുളി ചെയ്തു: ഓ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ധർമ്മ തത്വങ്ങൾക്ക് അനുസൃതമായവയും ന്യായീകരിക്കാത്തതും മാഹാത്മ്യമുള്ളതും ദയാപൂരിതവും ന്യായമുള്ളതും കാപട്യമില്ലാത്തതുമാകയാൽ രാജ്ഞിയുടെ പ്രസ്താവനകളെ മഹാരാജാവ് യുധിഷ്ഠിരൻ പൂർണ്ണമായും പിന്താങ്ങി. ഇതായി ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം: ധർമ്മരാജാവ് അഥവാ യമരാജാവിന്റെ പുത്രനായ മഹാരാജാവ് യുധിഷ്ഠിരൻ അശ്വത്ഥാത്മാവിനെ മോചിപ്പിക്കണമെന്ന് രാജ്ഞി ദ്രൗപദി അർജുനനോട് ആവശ്യപ്പെട്ടതിനെ പൂർണ്ണമായും പിന്തുണച്ചു. ശ്രേഷ്ഠകുലത്തിലെ അംഗത്തിന്റെ അപമാനം ആരും തന്നെ സഹിക്കുകയില്ല. അർജുനൻ ദ്രോണരിൽ നിന്നും ധനുർവിദ്യ അഭ്യസിച്ചതിനാൽ ദ്രോണാചാര്യരുടെ കുടുംബത്തോട് അർജുനനും അദ്ദേഹത്തിന്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. അത്തരം ഔദാര്യപൂർണമായ കുടുംബത്തോട് നന്ദികേട് കാട്ടുകയാണെങ്കിൽ അത് ഒരിക്കലും ശിഷ്ട ആചാരമായി ന്യായീകരിക്കത്തക്കതല്ല. മഹാത്മാവായ ദ്രോണാചാര്യരുടെ അർത്ഥാംഗനയായ ദ്രോണപത്നിയെ അനുകമ്പാപൂർവം ഉപചരിക്കേണ്ടതാണ്. പുത്രവേർപാടാകുന്ന സന്താപത്തിൽ അവരെ ഒരിക്കലും തള്ളുകയും അരുത്. വസ്തുതകളെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച് പൂർണ്ണജ്ഞാനത്തോടെ മാത്രമേ നടപടികൾ എടുക്കാവൂ. ആകയാൽ ദ്രൗപദിയുടെ അത്തരം പ്രസ്താവനകൾ കാപട്യരഹിതമാണ്. അവളുടെ സ്വ അനുഭവത്തിൽ നിന്ന് വിവരിക്കുന്നതാകയാൽ ഇവിടെ സമഭാവം ദർശിക്കാം. ഒരു മാതാവിന്റെ ദുഃഖം ഒരു വന്ധ്യയ്ക്ക് മനസ്സിലാകുകയില്ല. ദ്രൗപദി സ്വയം ഒരു മാതാവാകയാൽ കൃപിയുടെ സന്താപത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടാകും എന്ന ദ്രൗപദിയുടെ മുന്നാലോചന പൂർണ്ണമായും യുക്തമാണ്. ശ്രേഷ്ഠ കുടുംബത്തോട് യഥോചിതമായ ആദരവ് പ്രകടിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കയാൽ അത് യശസ്കരമാകുന്നു. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമനേ നമസ്തേ. സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശധാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ 49-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഏകദേശം ഈ അധ്യായത്തിന്റെ അവസാനത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ അധ്യായം, അതായത് 7-ാമത്തെ അധ്യായത്തിന് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിന് കുറച്ചേറെ പ്രത്യേകതകളുണ്ട്. ഞാൻ ആദ്യം ഈ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ശ്രീമദ് ഭാഗവതത്തില് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്.
ഇപ്പൊ കുന്തി ദേവിയുടെ പ്രാർത്ഥന, ബ്രഹ്മാവിന്റെ പ്രാർത്ഥന, പ്രഹ്ലാദ് മഹാരാജന്റെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ആദ്യത്തെ പ്രാർത്ഥന വരുന്നത് ഈ അധ്യായത്തിലാണ്. ആ പ്രാർത്ഥന പ്രേയേഴ്സ് ആരുടേതാണ്? അർജുനന്റേതാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന അർജുനന്റേതാണ്. കൃഷ്ണ മഹാഭാഗോ ഭക്താനാം അഭയങ്കര. അതായത് അശ്വത്ഥാത്മാവ് ബ്രഹ്മാസ്ത്രം അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ആകാശത്തിൽ ഭയങ്കര പ്രകാശം വരുന്നത് കണ്ട അർജുനൻ മനസ്സിലാക്കി, എന്തോ കുഴപ്പം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ വെള്ളത്തിൽ തൊടുകയും കൃഷ്ണനെ സർക്കുംആംബുലേറ്റ് ചെയ്തിട്ട് ഈ ശ്ലോകമാണ് ആദ്യമായിട്ട്. അപ്പം ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ പ്രയർ അർജുനന്റേതാണ്. അത് ഈ അധ്യായത്തിലാണ് വരുന്നത്. രണ്ടാമത്തെ ഈ അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യമായി ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ അധ്യായത്തിലാണ്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത ഈ അധ്യായത്തിന്റെ. മൂന്നാമത്തെ പ്രത്യേകത, ഈ മായാശക്തി ഭഗവാന്റെ തന്നെ ഒരു എക്സ്റ്റേണൽ എനർജി ആണെന്നും മാത്രമല്ല ആ എക്സ്റ്റേണൽ എനർജി ഭഗവാന്റെ ഫുൾ കൺട്രോളിലാണെന്നും ഈ അധ്യായത്തിൽ ഒരു സംശയമില്ലാതെ പറയുന്നു. അത് ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണിഹിതേ അമലേ അപശ്യത് പുരുഷം പൂർണ്ണം മായാം ചത് തത് അപാശ്രയം. അപാശ്രയം എന്ന് പറഞ്ഞാൽ മായ ഫുള്ളി സറണ്ടേർഡ് ടു ഭഗവാനാണ്. അപ്പൊ നമ്മൾക്ക് ഈ പ്രീച്ചിങ്ങിൽ പലരും ഈ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. മായ എന്തുകൊണ്ട് നമ്മളെ പിടിക്കുന്നു, അങ്ങനെ പല കാരണങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം ഈ അധ്യായത്തിലുണ്ട്. മായാം ചത് അപാശ്രയം. മായ എപ്പോഴും ഭഗവാന്റെ സബോർഡിനേറ്റ് ആണ്. പിന്നെ നാലാമത്തെ പ്രത്യേകത, രണ്ടു മൂന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്ലോകം ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്, ശ്ലോകാസാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് മോചനം കിട്ടാനുള്ള എളുപ്പ വഴി ഭക്തിയോഗമാണെന്ന് അറിയില്ല. നമ്മൾ സാധാരണ ലേമാന് ഈ ത്രിവിധ ക്ലേശങ്ങൾ, ആധ്യാത്മിക്, ആദിഭൗതിക്, ആദിദൈവിക് എന്നീ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഭക്തിയാണെന്ന് അറിയില്ല. അതും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അനർത്ഥോപാസമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യ അജാനന്ദോ വിദ്വാംസ് ചക്രേ സാത്വത സംഹിതാം. ആ ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, എങ്ങനെ നമുക്ക് ഇത് ഓവർകം ചെയ്യാം. യസ്യാം വാ ശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിർ ഉൽപ്പത്യതേ പുംസാം ശോക മോഹ ഭയാപഹ. ശോക ഓഫ് ദി പാസ്റ്റ്, മോഹ ഓഫ് ദി പ്രസന്റ് ആൻഡ് ഫിയർ ഓഫ് ദി ഫ്യൂച്ചർ. ഇത് മൂന്നും നമുക്ക് ഭക്തിയോഗത്തിലൂടെ, അതായത് ഭഗവാനെ, ഇത് മൂന്നും സൈഡ് ബെനിഫിറ്റ്സ് ആണ്. ശോക ഓഫ് ദി പാസ്റ്റ്, മോഹ ഓഫ് ദി പ്രസന്റ് ആൻഡ് ഫിയർ ഓഫ് ദി ഫ്യൂച്ചർ. ഇത് സൈഡ് ബെനിഫിറ്റ്. ഏറ്റവും മെയിൻ ബെനിഫിറ്റ് എന്താണ്? ഭക്തിർ ഉൽപ്പത്യതേ പുംസാം. ഭക്തി സ്പ്രൗട്ട്സ് ഫ്രം ദി ഹാർട്ട്. അതാണ് മെയിൻ ബെനിഫിറ്റ്. യസ്യാം വാ ശ്രൂയമാണായ. പിന്നെ എനിക്ക് വേറൊരു ഈ അധ്യായത്തിൽ ഒരു പ്രധാനമായിട്ട് തോന്നിയ ഒരു പോയിന്റ്, സ്വാമിജി പ്രഭുപാദ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആശ്രമം? അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഈ ടെമ്പിളില് അല്ലെങ്കിൽ ചെറിയ അങ്ങനെ സ്വാമിജിമാര് താമസിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആശ്രമം എന്ന് വിചാരിക്കുന്നത്. പ്രഭുപാദിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ആശ്രമം ഈസ് എ പ്ലേസ് വെയർ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആർ ദി ഫോർമോസ്റ്റ്. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ സ്ഥിരം നാമം ജപിക്കുന്നു, ഭോഗ ഓഫർ ചെയ്യുന്നു, ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടും ഒരു ആശ്രമമാണ് എന്നാണ് പ്രഭുപാദ് ഈ അധ്യായത്തിലൂടെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആദ്യം അത് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ധർമ്മം ന്യായം സകരുണം നിർവ്യാലികം സമം മഹൽ രാജാധർമ്മ സുതോരാജ്ഞ പ്രത്യനന്ദോ ദുജ. അപ്പൊ ഈ ശ്ലോകം ദ്രൗപദി, അതായത് അശ്വത്ഥാത്മാവിനെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. കുരുക്ഷേത്ര യുദ്ധം 18ാമത്തെ ദിവസത്തില് ഘോര യുദ്ധം നടന്ന് 18ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഈ ഭീമന്റെ ഗദയുടെ അടിയേറ്റ്
രണ്ട് തുടയിലും പൊട്ടി ദുര്യോധനൻ നിലംപതിച്ചു. അപ്പോൾ മനസ്സിലായി ഇനി കൗരവർ വളരെ കുറച്ച് പേര് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിൽ ഒന്നാണ് അശ്വത്ഥാത്മാവ്. അപ്പൊ അശ്വത്ഥാത്മാവ് തൻ്റെ അച്ഛനായ ദ്രോണാചാര്യനെ ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദുര്യോധനനും കൂടെ ഈ അവസ്ഥ വന്നത് കണ്ട് ഭയങ്കര വിഷമിച്ച് അന്ന് 18ാമത്തെ ദിവസം ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് എങ്ങനെ പകരം വീട്ടണം, എങ്ങനെ റിവെഞ്ച് എടുക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അശ്വത്ഥാത്മാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മൂങ്ങ, ഒരു ഔൾ അടുത്ത ഒരു മരത്തിലെ ഒരു കിളികളെ 5 കിളികളെ ഉപദ്രവിച്ച് കൊല്ലുന്നത് കാണാനിടയായി. അശ്വത്ഥാത്മാവ് കാണാൻ ഇടയായി. അങ്ങനെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ല, അന്ന് രാത്രി തന്നെ ഇവരുടെ കൂടാരത്തിൽ ചെന്ന് 5 പേരെ കൊന്നു. പാണ്ഡവരാണെന്ന് വിചാരിച്ചാണ് കൊന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ 5 സ്ലീപ്പിംഗ് സൺസ് ഓഫ് ദ്രൗപദി, കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ ഇതറിഞ്ഞ അർജുനൻ, അർജുനന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ദ്രൗപദിയുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും ശരി, ഞാൻ അശ്വത്ഥാത്മാവിന്റെ തല വെട്ടിക്കൊണ്ട് നിന്റെ പാദത്തിൽ കൊണ്ടുവയ്ക്കും എന്ന് ശപഥം ചെയ്തു. അർജുനൻ ശപഥം ചെയ്തു. അപ്പോ ഇവിടെ ഇനി ഒരു ഡിബേറ്റ് നടക്കുകയാണ്. അപ്പൊ ഈ ഡിബേറ്റില് അശ്വത്ഥാത്മാവിനെ കൊല്ലണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അശ്വത്ഥാത്മാവ് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജനനം തന്നെ ഈ ഭഗവാൻ ശിവന്റെ ഒരു ഒരു അവതാരം കണക്കാണ്. അൺവീലിംഗ് ദി ലോട്ടസ് ഫീറ്റ് എന്നും പറഞ്ഞ് ഭുരിജന പ്രഭു എഴുതിയ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അപ്പം ഈ 4 ആസുരിക് ഫോഴ്സസ് ആണ് ഈ അശ്വത്ഥാത്മാവിന്റെ ജനനത്തിനെ സഹായിച്ചത് എന്ന് ആ ഒരു ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ പവറിന് കാരണം അദ്ദേഹത്തിന്റെ തലയിൽ ഒരു രത്നമുണ്ട്. ആ രത്നമാണ് അദ്ദേഹത്തിന് ഇത്രയും കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പൊ അതിൻ്റെ എല്ലാം അഹങ്കാരവും അശ്വത്ഥാത്മാവിന് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിബേറ്റ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഡിബേറ്റില് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആ ഡിബേറ്റിൽ പങ്കെടുക്കുന്നവരെല്ലാവരും വളരെ വിശിഷ്ടരാണ്. അപ്പം ഈ ഡിബേറ്റില് 5 പാണ്ഡവന്മാര്, യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, പിന്നെ ദ്രൗപദി ഉണ്ട്, പിന്നെ കൾപ്രിറ്റായ വിക്ടിമായ അശ്വത്ഥാത്മാവുണ്ട്, പിന്നെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഈ ധാർമ്മിക് ഡിബേറ്റിൽ പങ്കെടുക്കുന്നതിന്റെ ചീഫായിട്ടുള്ള ആള് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം ആയ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഒരു വലിയ ഗ്യാതറിംഗ് ആണെന്ന്. ഇപ്പം ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ സാധാരണ God has godly qualities and humans have humanly qualities. ഇവിടെ ദ്രൗപദി എടുത്ത സ്റ്റാൻഡ് എന്താണ്? ബി കൈൻഡ് ടു അശ്വത്ഥാത്മ. ആൻഡ് കൃഷ്ണ വാണ്ട്സ് ടു ബി ഹാർഷ്. അതായത് കൃഷ്ണന് അശ്വത്ഥാത്മാവിനെ കൊല്ലണം എന്ന് പറഞ്ഞു. പക്ഷെ ദ്രൗപദി പറഞ്ഞു ബി കൈൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? God has godly qualities and humans have humanly qualities. ഇവിടെ നേരെ തിരിച്ചായി. ദ്രൗപദി പറഞ്ഞു ബി കൈൻഡ്, ബട്ട് കൃഷ്ണൻ പറഞ്ഞു യു ഷുഡ് കിൽ അശ്വത്ഥാത്മ. അപ്പൊ കൃഷ്ണൻ എന്തുകൊണ്ടാണ് അശ്വത്ഥാത്മാവിനെ കൊല്ലണം എന്ന് പറഞ്ഞതിന് 5 കാരണങ്ങളും പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞത് ഹീസ് എ ബ്രഹ്മബന്ധു, കിൽഡ് സ്ലീപ്പിംഗ് സൺസ്. പിന്നെ വയലേറ്റ്സ് കോഡ്സ് ഓഫ് റിലീജിയസ് വാർ. അത് നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ട്, മത്തം പ്രമത്തം ഉന്മത്തം ശുദ്ധം ബാലം ക്രിയം ജഡം പ്രപന്നം വിരതം വിത്തം നരിബും ഹന്തി ധർമ്മവിത്ത്. അപ്പൊ ധർമ്മത്തിനെ കാക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ, സ്ത്രീകളെ, ഉറങ്ങുന്നവരെ, കുട്ടികളെ,
പിന്നെ രഥമില്ലാത്തവര്, ആയുധങ്ങളില്ലാത്തവര്, ഇങ്ങനെയുള്ളവരെ ഒന്നും കൊല്ലാൻ പാടില്ല എന്നുള്ള കോഡ്സ് ഓഫ് റിലീജിയസ് വാർ തെറ്റിച്ചിട്ടാണ് അശ്വത്ഥാമ ഈ കുട്ടികളെ കൊന്നത്. പിന്നെ ഭഗവാൻ പറയുന്ന മൂന്നാമത്തെ റീസൺ അശ്വത്ഥാത്മാവിന്റെ തന്നെ നല്ലതിന് വേണ്ടിയാണ് അദ്ദേഹത്തിനെ കൊല്ലണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അടുത്ത നല്ലൊരു ജന്മം കിട്ടും. നാലാമത്തെ റീസൺ പറയുന്നത് ദ്രൗപദിക്ക് കൊടുത്ത വാക്ക് നീ പാലിക്കുന്ന. അർജുനന്റെ അടുത്താണ് പറയുന്നത്, ദ്രൗപദിക്ക് നീ വാക്ക് കൊടുത്തതല്ലേ അശ്വത്ഥാത്മാവിന്റെ തല കൊണ്ടുവരുമെന്ന്. അപ്പൊ ദ്രൗപദിക്ക് കൊടുത്ത വാക്ക് നീ പാലിക്കണ്ടേ. ഇനി അഞ്ചാമത്തെ റീസൺ ഭഗവാൻ പറയുന്നത് സ്വന്തം യജമാനന്റെ തന്നെ അപ്രീതിക്ക് പാത്രമായി. അതായത് അശ്വത്ഥാത്മാവ് ഈ 5 കുട്ടികളെയും കൊന്നിട്ട് വന്ന സമയത്ത് ഈ കുട്ടികളുടെ തല കൊണ്ട് ദുര്യോധനന്റെ കൊടുത്തപ്പോൾ ദുര്യോധനന്റെ അടുത്ത് ദുര്യോധനന് സന്തോഷം ആയിരിക്കും എന്നാണ് അശ്വത്ഥാത്മാവ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ഹീനിയസ് ആക്ട് ദുര്യോധനൻ പോലും അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ സ്വന്തം യജമാനന്റെ അപ്രീതിക്ക് പാത്രമായി. അപ്പൊ അതാണ് ഭഗവാൻ പറഞ്ഞ അഞ്ചാമത്തെ റീസൺ. അപ്പൊ ഈ 5 റീസൺസും ഭഗവാൻ അശ്വത്ഥാമനെ കൊല്ലണം എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പൊ ഈ ആലോചിക്കണം, ഈ ഡിബേറ്റിൽ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അതിനു മുമ്പ് ഈ 5 കാരണങ്ങൾ ഭഗവാൻ പറഞ്ഞപ്പോൾ അടുത്തത് ദ്രൗപദിയുടെ ഊഴം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. എന്നിട്ടും ഭഗവാൻ ബാക്കിയുള്ളവരുടെ എല്ലാം അഭിപ്രായം ആരായുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നടപടി എടുക്കാം, ഇതിലൊരു തീരുമാനം എടുക്കാം. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. ഭഗവാൻ ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പം ദ്രൗപദി പറഞ്ഞു, ദ്രൗപദിയുടെ 6 റീസൺസ് ദ്രൗപദി പറഞ്ഞു. എന്തൊക്കെയാണ് കാരണം? അതാണ് നമ്മുടെ ഇന്നത്തെ ശ്ലോകം. ധർമ്മം ന്യായം സകരുണം നിർവ്യാലികം സമം മഹൽ. ധർമ്മം, റിലീസ് ഹിം എന്ന് പറഞ്ഞ് അർജുനൻ അശ്വത്ഥാത്മാവിനെ കെട്ടി കയറുകൾ കൊണ്ട് ബന്ധിച്ചിട്ട് ദ്രൗപദിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ദ്രൗപദിക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. അതിനെ നമ്മുടെ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഫീമെയിൽസ് ഓൾവേസ് ഹാവ് എ വെരി ജെന്റിൽ നേച്ചർ. ഇപ്പം വാമസ്വഭാവ എന്നാണ് ഭാഗവതത്തിൽ അതിനെ പറയുന്നത്. വാമസ്വഭാവ, ഫീമെയിൽസ് ഹാവ് വാമസ്വഭാവ, ദേ ആർ ഓൾറെഡി ജെന്റിൽ. അപ്പം ദ്രൗപദി പറഞ്ഞു ധർമ്മം, റിലീസ് ഹിം, ഹീസ് എ ബ്രാഹ്മണ. അതാണ് ധർമ്മം. ഇനി ന്യായം എന്താണ്? ഒബ്ലിഗേഷൻ ടു ഗുരു. ദ്രോണാചാര്യന്റെ മകനല്ലേ അശ്വത്ഥാത്മാവ്. അപ്പം അർജുനൻ ഈ ആയോധന കല കംപ്ലീറ്റ് പഠിച്ചത് ദ്രോണാചാര്യരിൽ നിന്നാണ്. ഒരു അസ്ത്രം എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ വിഡ്രോ ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ വരെ ദ്രോണാചാര്യ അർജുനൻ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഈവൻ ബ്രഹ്മാസ്ത്രം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് വിഡ്രോ ചെയ്യണം എന്നുള്ളതെല്ലാം അർജുനനെ പഠിപ്പിച്ചു ദ്രോണാചാര്യൻ. അപ്പൊ അതിന് ഉള്ള ഒരു ഒബ്ലൈജിങ് ആയിരിക്കണ്ടേ എന്ന് ദ്രൗപദി ചോദിച്ചു. പിന്നെ സകരുണം, മകൻ അശ്വത്ഥാത്മാവ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അച്ഛൻ ദ്രോണാചാര്യൻ ജീവിച്ചിരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ദ്രൗപദി പറഞ്ഞത്. കാരണം അന്നത്തെ കാലത്ത് ഈ സതിയൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നടക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ദ്രോണാചാര്യൻ മരിച്ച സമയത്ത് കൃപി ആ ചിതയിൽ ചാടി മരിക്കേണ്ടതായിരുന്നു. പക്ഷേ മകൻ അശ്വത്ഥാത്മാവ് ഉള്ളത് കൊണ്ട് കൃപി ജീവിച്ചു. അപ്പം ഇനി അമ്മയുടെ ശിഷ്ടകാലം മകനാണ് നോക്കേണ്ടത്. അപ്പൊ അത് സഖരുണം. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരിക്കലും അശ്വത്ഥാത്മാവിനെ കൊല്ലാൻ പാടില്ല. ബിക്കോസ് ദ്രോണാചാര്യ തന്നെ റെപ്രസെൻറ്റേറ്റീവാണ് മകൻ അശ്വത്ഥാത്മാവ്. പിന്നെ അടുത്തത് നിർവ്യാളികം എന്ന് പറഞ്ഞാൽ നെവർ ഇൻസൾട്ട് ആൻഡ് കോസ് പെയിൻ ടു റെസ്പെക്റ്റബിൾ ഓർഡർ ഓഫ്, എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ കുലത്തിലുള്ള ആൾക്കാരെ അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല.
അടുത്തത് നിർവ്യാളികം സമം. സമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദ്രൗപദി അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് ദ്രൗപദിക്ക് അറിയാം. 5 കുട്ടികളെ നഷ്ടപ്പെട്ടു. അപ്പൊ അതേ വേദന കൃപിക്കും ഉണ്ടാവുമല്ലോ എന്ന് ദ്രൗപദി മനസ്സിലാക്കി. അപ്പൊ കൃപി അങ്ങനെ വേദനിക്കരുത് എന്ന് ദ്രൗപദി വിചാരിച്ചു. ഇനി 6ാമത്തെ കാര്യം മഹത്. ക്ഷത്രിയന്മാരായ രാജാക്കന്മാര് ഈ ബ്രാഹ്മണ കുടുംബത്തിനെ ഒഫൻഡ് ചെയ്താൽ അത് ഈ റോയൽ ഫാമിലിയെ കംപ്ലീറ്റ് തന്നെ നശിപ്പിക്കും എന്ന് ദ്രൗപദി പറഞ്ഞു. അപ്പൊ ദ്രൗപദി ഈ 6 കാര്യങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞു അശ്വത്ഥാമാവിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം മക്കളെ കൊന്നിട്ട് കൊച്ചു കുട്ടികളായ സ്വന്തം മക്കളെ തന്നെ കൊന്നിട്ട് പോലും ആ ദ്രൗപദിയുടെ മനസ്സ്, ഫൊർഗീവ് ചെയ്യാനുള്ള മനസ്സ് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ പാസ് ടൈമാണിത്. അപ്പം ദാറ്റ് സെറ്റ്സ് ദി ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ശ്രീമദ് ഭാഗവതം. ഫൊർഗീവ്നെസ്, ആ പോയിന്റാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ദ്രൗപദിയുടെ ഫൊർഗീവ്നെസ്, സ്വന്തം മക്കളെ കൊന്നിട്ട് പോലും ആ കൊന്ന അഗ്രസറിനെ റിലീസ് ചെയ്യൂ എന്നാണ് ദ്രൗപദി പറയുന്നത്. അപ്പോ ഫൊർഗീവ്നെസ് നമുക്ക് ഈ ശ്രീമദ് ഭാഗവതത്തില് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അതിനു മുമ്പ് ഈ ഗ്യാതറിങ്ങിൽ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം അവരുടെ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് എന്താണെന്ന് നോക്കാം. അവബോധം. നമ്മൾ സാധാരണ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട് 5 തരത്തിലുള്ള അവബോധങ്ങളുണ്ട്. ആവൃത, സങ്കുചിത, മുകുളിത, വികസിത, പൂർണ്ണ വികസിത. ഇതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്ന 5 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. ആവൃത എന്ന് പറഞ്ഞാല് മരങ്ങള്, ചെടി കൊടികള്, ഇങ്ങനെയുള്ളവർക്കുള്ള ഇതാണ് ആവൃത, ആ കോൺഷ്യസ്നെസ്. സങ്കുചിത എന്ന് പറഞ്ഞാൽ ഷ്രങ്കൻ കോൺഷ്യസ്നെസ്. അത് ഉള്ളത് ഈ ഇൻസെക്ട്സ്, ആനിമൽസ്, അവർക്കൊക്കെ. മുകുളിത, ദറ്റ് ഈസ് ബഡ്ഡിങ് കോൺഷ്യസ്നെസ്. അതാണ് ഹ്യൂമൻ ബീയിങ്സിനുള്ളത്, ബഡ്ഡിങ് കോൺഷ്യസ്നെസ്. പിന്നെ വികസിത എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഹ്യൂമൻ ബീയിങ്സ് തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർ, ഡിവോട്ടീസിനുള്ളത് വികസിത ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഇനി പൂർണ്ണ വികസിത ഉള്ള കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസ്ഡ് സോൾസിന്. അപ്പൊ ഇവിടെ നമുക്ക് ആലോചിച്ച് നോക്കാം, ഇവിടെ ഈ ഗ്യാതറിങ്ങില്, ഈ ധാർമ്മിക് ഡിബേറ്റിൽ കൂടിയിരിക്കുന്നവരുടെ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അശ്വത്ഥാത്മ വിൽ കം ഇൻ ദി ലോവസ്റ്റ് റങ് ഓഫ് ദി ലാഡർ. ആ ഏണിയുടെ ഏറ്റവും അടിയിലത്തെ പടിയിൽ അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കണം. തീരെ കൊച്ചുകുട്ടികളെ നിഷ്കരണം വധിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ മനസ്സ്, ഇമ്പൾസീവ് ബിഹേവിയർ. അപ്പൊ ഈ കോൺഷ്യസ്നെസ്സിനെ വളരെ താഴ്ന്ന ഷ്രങ്കൻ കോൺഷ്യസ്നെസ് എന്ന് തന്നെ പറയാം. പിന്നെ ബാക്കി കൂടിയിരിക്കുന്നവര് പാണ്ഡവന്മാരെല്ലാം വിശുദ്ധ സത്വ കോൺഷ്യസ്നെസ് ആണ്. പിന്നെ ഭഗവാൻ എബോവ് ഓൾ ദി 3 മോഡ്സ് ഓഫ് കോൺഷ്യസ്നെസ്. ഈ കോൺഷ്യസ്നെസ് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിന് അൾട്രാ വയലറ്റ് ടു ഇൻഫ്രാറെഡ് ആ ലെവലിലുണ്ട്. പിന്നെ സൗണ്ടിന് 20 to 20,000 ഹേർട്സ് ഇങ്ങനെയുള്ളത് കേൾക്കാം. അതേ കണക്ക് തന്നെ നമുക്ക് ഈ കോൺഷ്യസ്നെസ്സിനും ഒരു ഗ്രേഡിങ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ ദ്രൗപദിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ചെറിയ കഥ പറയാം. അതായത് ഒരിക്കല് വ്യാസദേവൻ ഗംഗയിൽ കുളിക്കാനായിട്ട് വരുന്ന സമയത്ത് കുറച്ച് സന്യാസിമാര് അദ്ദേഹത്തിന്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാൻ ഇത്രയും മിടുക്കനായ ഒരാൾ വേറെ ഇല്ലല്ലോ. അപ്പം ഈ അദ്ദേഹത്തിന്റെ അടുത്ത് സംശയം ചോദിക്കും. ഗംഗയിൽ കുളിക്കാനായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് സന്യാസിമാര് വന്നു, വ്യാസദേവന്റെ അടുത്ത് വന്നു. അപ്പം വ്യാസദേവൻ ഒരു ഗംഗയിൽ ഒരു ഡിപ്പ് എടുത്ത് പൊങ്ങി വന്നു. അപ്പം വ്യാസദേവന് ഇവരെന്തിനാണ് വന്നതെന്നൊക്കെ ഓൾറെഡി മനസ്സിലായി. അദ്ദേഹത്തിന്റെ ആ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഒരു ഗംഗയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്
പൊങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കലി സാധു എന്ന് പറഞ്ഞു. അപ്പം സന്യാസിമാർ ഇത് കേട്ടു. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ മുങ്ങി എണീറ്റപ്പോഴ് വീണ്ടും പറഞ്ഞു യോഷിത സാധു എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ ഗംഗയിൽ മുങ്ങി എണീറ്റപ്പോൾ ശൂദ്ര സാധു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മൂന്നും കേട്ട് കഴിഞ്ഞപ്പോൾ അവര് ഈ വന്ന സന്യാസിമാര് ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് പോയി. അവർക്ക് ചോദിക്കാൻ വന്ന കാര്യങ്ങളുടെ എല്ലാം ഉത്തരം ഈ 3 വാക്കുകളിൽ നിന്ന് കിട്ടി. ഇനി നമുക്കിത് എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യാം. കലി സാധു, രണ്ടാമത് യോഷിത സാധു, മൂന്നാമത് ശൂദ്ര സാധു. നമുക്കെല്ലാം അറിയാം സാധനയും സാധ്യയും. സാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ അറ്റൈൻ ചെയ്യാനായിട്ട് ചെയ്യുന്ന പ്രക്രിയകൾ, ചാൻഡിങ്, സർവീസ്, അതെല്ലാം സാധനയിൽ വരും. ഇനി സാധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്ഷൻ, ഗോൾ, ആ അച്ചീവ്മെന്റ് ഓഫ് ഗോളിനാണ് സാധ്യ എന്ന് പറയുന്നത്. അപ്പൊ കലി സാധു എന്ന് പറഞ്ഞാൽ സാധ്യ, പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം കലികാലമാണ്. ഇനി യോഷിത, യോഷിത എന്ന് പറഞ്ഞാൽ ഓഫ് ദി 2 genders ഫീമെയിൽസിനാണ് കൂടുതൽ സാധ്യത. അതായത് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യത സ്ത്രീകൾക്കാണ്. അതാണ് യോഷിത സാധു. പിന്നെ അടുത്തത് ശൂദ്ര സാധു. ശൂദ്ര സാധു എന്ന് പറഞ്ഞാൽ കലിയുഗ ബ്രാഹ്മണന്മാരുടെ നിന്നും സാധ്യ അറ്റൈൻ ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യത ശൂദ്രന്മാർക്കാണ്. ഞാൻ ഒന്നും കൂടെ അത് വിശദമായിട്ട് പറയാം. അതായത് സാധന, ഇപ്പം സത്യയുഗത്തിൽ സാധന ചെയ്യാനാണെങ്കിൽ ഈ സാധ്യയുടെ എല്ലാം ഓപ്പോസിറ്റാണ് സാധന. അതായത് സത്യയുഗത്തിൽ സാധന ചെയ്യാനാണെങ്കിൽ 50,000 വർഷം ഒറ്റ കാലിൽ നിന്ന് തപസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്താണ് ഓരോരുത്തർ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഇപ്പം യോഷിത സാധു, സ്ത്രീകൾക്ക് ഭഗവാന് മാല കെട്ടുക, നല്ല രീതിയിൽ കീർത്തനങ്ങൾ ആലപിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ഡാൻസ് ചെയ്യുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. ആണുങ്ങൾക്ക് കുറെ കൂടെ കടുത്തതാണ് ഈ പഴയ കാലഘട്ടത്തിൽ. അതേ കണക്ക് തന്നെ ശൂദ്ര സാധു. ഇപ്പോഴത്തെ ബ്രാഹ്മണന്മാര് പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു കാലം തൊട്ട്, കലികാലം തുടങ്ങിയത് തൊട്ട് ബ്രാഹ്മണന്മാർക്ക് ലൈഫ് ഭയങ്കര കോംപ്ലക്സിറ്റീസ് നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ശൂദ്ര സാധു. ശൂദ്രന്മാർക്ക് പെട്ടെന്ന് അറ്റൈൻ ചെയ്യാം. അപ്പം കലികാലത്തിൽ നമുക്ക് നാമം ജപിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. നമ്മൾ വേറൊരു ശ്ലോകത്തിൽ ക്രേതായ ധ്യായതേ വിഷ്ണു ത്രേതായാം യജതോ മഹൈ ദ്വാപരേ പരിചര്യായാം കലൗതത് ഹരി കീർത്തന. കലിയുഗത്തിൽ വേറെ ഒന്നും വേണ്ട, ഭഗവാന്റെ നാമം മാത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ഫൊർഗീവ്നെസ്, നമ്മളെ ദ്രൗപദി ഇവിടെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, ഫൊർഗീവ്നെസ്. ഇപ്പം ദ്രൗപദിക്ക് ഫൊർഗീവ്നെസ് ചെയ്യാൻ എവിടെ നിന്ന് പ്രചോദനം കിട്ടി? നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഫൊർഗീവ്നെസ്സിന്റെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. പരീക്ഷിത് മഹാരാജാവ് ശൃംഗി അദ്ദേഹത്തിനെ ശപിക്കുവാനിടയുണ്ടായി. 7 ദിവസത്തിനുള്ളിൽ തക്ഷകന്റെ ദംശനമേറ്റ് മരിക്കുമെന്ന് ശൃംഗി പരീക്ഷിത് മഹാരാജാവിനെ ശപിച്ചു. പരീക്ഷിത് മഹാരാജാവ് അന്ന് എംപറർ ആയിരുന്നു. ലോകം മൊത്തം ഭരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന് ഈസി ആയിട്ട് കൗണ്ടർ കട്ട്സ് ചെയ്യാമായിരുന്നു. പക്ഷെ പരീക്ഷിത് മഹാരാജാവ് ചെയ്തില്ല, ഫൊർഗീവ് ചെയ്തു. എനിക്ക് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത 7ാമത്തെ അധ്യായത്തിൽ പ്രഹ്ലാദ് മഹാരാജാവിനെ സ്വന്തം അച്ഛനായ ഹിരണ്യാക്ഷൻ പാമ്പുകളുടെ ഇടയിൽ കൊണ്ടിട്ടു. ഒരു വലിയ മൗണ്ടൻ ക്ലിഫ്സിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു, തീയിലിട്ടു, ആനകളുള്ള സ്ഥലത്ത് കൊണ്ടിട്ടു,
ആനകൾ ചവിട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് ആനകളുള്ള സ്ഥലത്ത് കൊണ്ടിട്ടു. ഇതെല്ലാം ചെയ്തു. എന്നിട്ട് അവസാനം പ്രഹ്ലാദ് മഹാരാജ് സ്വന്തം അച്ഛനെ മുക്തി കൊടുക്കണമെന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ അത് ഒരു വലിയ എക്സാമ്പിളാണ് ഫൊർഗീവ്നെസ്സിന്. പിന്നെ ഈ 9ാമത്തെ സ്കന്ധത്തില് അംബരീഷ് മഹാരാജാവ് ദുർവാസാമുനിക്ക് ദുർവാസാമുനി വളരെ ഒഫൻഡ് ചെയ്തിട്ടും ഫ്രം പോയിന്റ് 1 ഓൺവേർഡ്സ് അംബരീഷ് മഹാരാജാവ് ഫൊർഗീവ്നെസ്സിന്റെ പാതയിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിനെ ഫൊർഗീവ്നെസ് അല്ലാതെ മറ്റൊരു രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നില്ല അംബരീഷ് മഹാരാജാവ്. അടുത്തത് നമുക്ക് നോക്കാം. നിത്യാനന്ദ പ്രഭുവിനെ ഒരിക്കൽ തലയിൽ അടിക്കുകയുണ്ടായി. അപ്പം ചൈതന്യ മഹാപ്രഭു സുദർശന ചക്രൻ ഇവോക്ക് ചെയ്യാൻ പോയ സമയത്ത് നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ജഗായി മതായി. അങ്ങനെ ജഗായി മതായിയെ നിത്യാനന്ദ പ്രഭു ഫൊർഗീവ് ചെയ്തു. അവർ വലിയ ഡിവോട്ടീസായിട്ട് മാറി. ഇതിനെല്ലാം അപ്പുറം ഏറ്റവും വലിയ ഫൊർഗീവ്നെസ് ആരാണ് കൊടുത്തത്? ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ തന്നെയാണ്, കൃഷ്ണ ഭഗവാൻ തന്നെയാണ് കൊടുത്തത്. ഞാൻ ആ ശ്ലോകം പറയാം. അഹോ ബഹീയം സ്തനകാലകൂടം അപായ അസാധ്വി ലേഭേ പരം ദാത്രി ഉചിതം തദോയം കം വാദയാലും ചരണം വ്രജേമ. അതായത് പൂതന ആ മധുരാമണ്ഡലില് ആയിരക്കണക്കിന് കൊച്ചു കുട്ടികളെല്ലാം കൊന്നൊടുക്കി. ആൻഡ് ഫൈനലി ഷീ കെയിം ടു ബേബി കൃഷ്ണ. ബേബി കൃഷ്ണന് തൻ്റെ പാല് കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പൂതനയെ വധിച്ചതിന് ശേഷം പൂതനയ്ക്ക് ആധ്യാത്മിക ലോകത്തിൽ തൻ്റെ അമ്മയുടെ സ്ഥാനം നൽകി. ഇതിലും വലിയ ഒരു ഫൊർഗീവ്നെസ് ഇല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു മഹാഭാരതത്തിലെ ഒരു ശ്ലോകമുണ്ട്. നരസ്യാവരണം രൂപം, രൂപസ്യാവരണം ഗുണം, ഗുണസ്യാവരണം ജ്ഞാനം, ജ്ഞാനസ്യാവരണം ക്ഷമ. അതായത് ഇപ്പോൾ നമ്മുടെ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നരസ്യാവരണം രൂപം, നമ്മളെ മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ആൾക്കാരെയാണ് അവർ ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്നത്. അതായത് മിസ് യൂണിവേഴ്സ്, മിസ് ഇന്ത്യ, മിസ്റ്റർ യൂണിവേഴ്സ്, ഇങ്ങനെ. നരസ്യ ആവരണം രൂപം. ഇനി അടുത്ത സ്റ്റെപ്പാ. അപ്പം രൂപസ്യാവരണം ഗുണം. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായ ആൾക്കാർക്ക് ക്വാളിറ്റീസും കൂടെ ഉണ്ടെങ്കിലോ, രൂപസ്യാവരണം ഗുണം, ക്വാളിറ്റീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ ബ്യൂട്ടി അവർക്ക് ഉപകാരം ചെയ്യൂ. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഗുണസ്യാവരണം ജ്ഞാനം. അപ്പം ഇത്രയും ബ്യൂട്ടിഫുള്ളായ ആൾക്കാർക്ക് ആത്മജ്ഞാനം അല്ല ആത്മീയ ജ്ഞാനവും കൂടെ ഉണ്ടെങ്കിൽ അവര് കുറച്ചും കൂടെ ഉന്നതരായിരിക്കും. എന്നാലോചിച്ച് നോക്ക്. ബ്യൂട്ടിഫുള്ള്, അവർക്ക് ക്വാളിറ്റീസ്, അവർക്ക് അറിവ്, ആത്മജ്ഞാനം, ആത്മീയ ജ്ഞാനം, ഇതുണ്ടെങ്കിൽ അവര് കുറച്ചും കൂടെ ഉന്നതരായിരിക്കും. ഇനിയോ ജ്ഞാനസ്യാവരണം ക്ഷമ. ഇത്രയും ഉള്ള ആൾക്കാർക്ക് ക്ഷമയും കൂടെ ഉണ്ടെങ്കിലോ, ഫൊർഗീവ് ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ടെങ്കിലോ, അതാണ് ശ്രീമതി ദ്രൗപദി, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ദ്രൗപദി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങള്, കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. കൃഷ്ണ. ഗംഭീരം പ്രഭു, ഗംഭീരം. ഹരേ കൃഷ്ണ. വളരെ ഗംഭീരം. ദ്രൗപദിയെ അവസാനം പ്രഭു ഗ്ലോറിഫൈ ചെയ്തത് വളരെ ഗംഭീരമായിരിക്കുന്നു.
അത് ലെക്ചേഴ്സ് കേട്ടാണ് പ്രഭു. ആയിക്കോട്ടെ, എന്തായാലും നന്നായിരുന്നു പ്രഭു, വളരെ വളരെ നന്നായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, വളരെ നല്ല ക്ലാസ് പ്രഭു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നല്ല ക്ലാസ് പ്രഭു. എനിക്കൊരു സംശയമുണ്ട് പ്രഭു, ഞാൻ ചോദിക്കട്ടെ. ഈ അശ്വത്ഥാമാവിന്റെ ആ ഒരു ക്വാളിറ്റി പറഞ്ഞത്, അവബോധത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് പ്രഭു? ഒന്നുകൂടെ പറയാമോ? എന്താണ് ആ ക്വാളിറ്റിയുടെ പേരും അതൊന്ന്? അശ്വത്ഥാത്മ അതൊന്നുമില്ല മാതാജി. അവബോധം. അവബോധം എന്ന് പറഞ്ഞാല് ആ കൂടിയിരിക്കുന്ന ഗ്യാതറിങ്ങില് നമ്മളിപ്പോ ലൈറ്റിന് പല അതായത് അൾട്രാ വയലറ്റ് ടു ഇൻഫ്രാറെഡ് അങ്ങനെ ഒരു റേഞ്ച് ഉണ്ടല്ലോ. അതേ കണക്ക് തന്നെ സൗണ്ട് ഇപ്പം നമ്മൾ 20 to 20,000 ഹേർട്സിലുള്ള ആ ഫ്രീക്വൻസിയിലെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അതേ കണക്ക് ഈ ഗ്യാതറിങ്ങിൽ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഒരു ലെവലിലാണ്. അതായത് അശ്വത്ഥാത്മാവ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. ഇപ്പം നമ്മൾ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ആവൃത, സങ്കുചിത, മുകുളിത, വികസിത, പൂർണ്ണ വികസിത. അതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് അശ്വത്ഥാത്മാവിന്. പാണ്ഡവന്മാർക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹയർ അല്ല, ശുദ്ധസത്വ, അതാണ് അവരുടെ കോൺഷ്യസ്നെസ്. ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള കോൺഷ്യസ്നെസ് എന്നാണ് ഉദ്ദേശിച്ചത് അശ്വത്ഥാത്മാവ്. അതിന് സെക്കൻഡ് പറഞ്ഞ പേരെന്തോന്നായിരുന്നു പ്രഭു? ആവൃത കഴിഞ്ഞിട്ട് ആവൃത, ശ്രങ്കൻ അല്ല, മുകുളിത മൂന്നാമത്താണ്. സങ്കുചിത. അത് ആർക്കെന്നാണ് പ്രഭു? ശ്രങ്കൻ കോൺഷ്യസ്നെസ്. അത് സാധാരണ നമ്മൾക്ക് ആനിമൽസിന്, ഇൻസെക്ട്സിനൊക്കെയാണ് ശ്രങ്കൻ കോൺഷ്യസ്നെസ്. ആവൃത മീൻസ് കവേർഡ് കോൺഷ്യസ്നെസ്. അത് ട്രീസിന്, മരങ്ങൾക്ക്, പ്ലാന്റ്സിന്, അതൊക്കെ. പിന്നെ പൂർണ്ണ വികസിത സെൽഫ് റിയലൈസ്ഡ് സോൾസ്. സെൽഫ് റിയലൈസ്ഡ് സോൾസ്. അതെ കറക്റ്റ്. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ. നല്ല അറിവായിരുന്നു പ്രഭു തന്നത്. ദ്രൗപദിയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ടാമത്തെ ആ സൗന്ദര്യം എന്നുള്ളതിന്റെ എന്താ പ്രഭു ഒന്ന് ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. നരസ്യാവരണം രൂപം, രൂപസ്യ ആവരണം ഗുണം, ഗുണസ്യാവരണം ജ്ഞാനം, ജ്ഞാനസ്യാവരണം ക്ഷമ. അതായത് നരസ്യാവരണം രൂപ, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അവർ ബ്യൂട്ടിഫുൾ ആയിരിക്കുക എന്ന് അതാണ് ഏറ്റവും വലുതെന്ന് അവർ വിചാരിക്കും. പക്ഷെ അതല്ല. രൂപസ്യാവരണം ഗുണവും കൂടെ ഉണ്ട്, ക്വാളിറ്റീസും കൂടെ ഉണ്ടെങ്കിലേ ആ ബ്യൂട്ടി കൊണ്ട് ഗുണമുള്ളൂ. ഇനിയോ ആ ക്വാളിറ്റീസ് മാത്രം പോരാ, ഗുണസ്യാവരണം ജ്ഞാനം, ആത്മീയ ജ്ഞാനവും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹയർ ലെവലാവും. പിന്നെ അത് മാത്രം പോരാ, ജ്ഞാനസ്യാവരണം ക്ഷമ, ഫൊർഗീവ് ചെയ്യാനുള്ള, ക്ഷമിക്കാനുള്ള കഴിവും കൂടെ ഉണ്ടെങ്കിൽ ഉത്തമയായി. അപ്പൊ അതാണ് ദ്രൗപദി. ഹരേ കൃഷ്ണ. ദ്രൗപദിയെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ അധികം ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദ്രൗപദിയെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്ത ഈ മനോഹരമായ ശ്ലോകവും അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്സിലുള്ള എനിക്കും പുതിയ അറിവ് തന്നെ. വളരെ നന്നായിരുന്നു. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാന്റെ ക്ഷമ കാണിക്കുന്നത് ഏത് ശ്ലോകത്തിൽ, ഏത് അധ്യായത്തിൽ, ഏത് ശ്ലോകമാണ്? അത് മാതാജി നമ്മുടെ 3ാമത്തെ സ്കന്ധത്തില് 2ാമത്തെ അധ്യായത്തിൽ 23ാമത്തെ ശ്ലോകം, അഹോബഹീയം സ്തനകാലകൂടം എന്ന് പറയുന്ന ശ്ലോകം. അത് 3.2.23 3:2:23. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാംസ് പ്രഭു. വളരെ നന്നായിരുന്നു ക്ലാസ്. പ്രണാംസ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ വളരെ കുറച്ച് കേട്ടുള്ളൂ. കേട്ടെടുത്തോളം നല്ല ക്ലാസ് ആണ് പ്രഭു. താങ്ക് യു. പ്രഭു, ഈ കോൺഷ്യസ്നെസ് പറഞ്ഞല്ലോ, നമ്മൾ പിന്നെ അന്നമയ പ്രാണമയ അങ്ങനെയും കേൾക്കാറുണ്ടല്ലോ. അതും ഇതും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ പ്രഭു? അല്ല, അന്നമയ പ്രാണമയ വേറെയാണ്. ഇത് നമ്മളെ അവബോധത്തിനെ കുറിച്ച് മാത്രമാണ് ഇപ്പം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അതും എസ്പെഷ്യലി നമ്മൾ അവിടെ കൂടിയിരിക്കുന്ന ആ ഗ്യാതറിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറിയ ഗ്യാതറിങ് അല്ലല്ലോ, ഭഗവാൻ തന്നെ നേരിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്യാതറിങ് അല്ലേ. അപ്പൊ അതും ഇതുമായിട്ട് വലിയ ഒരു ഇല്ല എന്ന് തന്നെ പറയാം. അതും കോൺഷ്യസ്നെസിന്റെ തന്നെ ഗ്രഡേഷൻസ് അല്ലേ പ്രഭു? അതുകൊണ്ടാണ് ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. ഗ്രഡേഷൻസ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. ഈ ഒരു ഇവരുടെ ഈ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കോൺഷ്യസ്നെസ് 6 പറഞ്ഞത്? അവബോധം 6? അതെ 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 അതെ. ആവൃത, ആവൃത, സങ്കുചിത, മുകുളിത, വികസിത, അല്ല 5 പൂർണ്ണ വികസിത. 5 ഉള്ളല്ലേ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ വളരെ ഇൻഫർമേഷൻ കിട്ടിയത്. പ്രഭുജി, ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ പ്രഭുജി, വിത്ത് യുവർ കൺസെന്റ്? എന്താണ് പ്രഭു? അതെ പ്രഭുജി, ഞാൻ ഒന്ന് അനൗൺസ് ചെയ്തോട്ടെ? അല്ല പ്രഭു, അതെ, ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ മറ്റേ ഭക്തിശാസ്ത്രി ചെയ്തോണ്ടിരിക്കുന്നോണ്ടേ ഇപ്പൊ ഞാനത് ഭഗവത്ഗീത അതുകൊണ്ട് ഞാനത് പറയാം. നോ പ്രോബ്ലം. ഞാൻ മറ്റുള്ള ഡിവോട്ടീസിനെ ആ പ്രോഗ്രാം ഇൻഫോം ചെയ്തോട്ടെ? 3-ാം തീയതി മുതലുള്ള പ്രോഗ്രാം ഒന്ന് അനൗൺസ്മെന്റ് ആയിട്ട് പറഞ്ഞോട്ടെ? നന്ദി. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വളരെ സന്തോഷമുണ്ട്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം എന്നും നിത്യവും കേൾക്കാനുള്ള മഹാഭാഗ്യം ഈ സൂം എന്നുള്ള ടെക്നോളജി കൊറോണയുടെ കാലഘട്ടത്ത് മുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഈ മോർണിംഗ് ഭാഗവതം സെഷൻ, ഒരുപാട് ഗൃഹസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഒരു അവസരമായി ഡെയിലി ഭാഗവതം കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളത് നിത്യം ഭാഗവത സേവ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു, ചൈതന്യ ചരിതാമൃതത്തിന് ഇങ്ങനെ ഒരു ക്ലാസ് മലയാളത്തിൽ ഇല്ല എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ചൈതന്യ ചരിതാമൃതവും സ്റ്റാർട്ട് ചെയ്തത്. ഫോർച്ചുനേറ്റ്ലി എല്ലാ ഭക്തന്മാരും രാവിലത്തെ ഭാഗവതം ക്ലാസ്സിനും ഒട്ടുമുക്ക ആൾക്കാരും ചൈതന്യ ചരിതാമൃതത്തിനും റെഗുലറായിട്ട് വരുന്നുണ്ട്. അതിൽ വളരെ നല്ല ഹാപ്പിനെസ്സും ഓരോരുത്തർക്കും ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, പുതിയതായിട്ട് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ക്ലാസ് ശരിക്കും സൂട്ടായ ഒരു ക്ലാസ് അല്ല. കാരണം ഇതൊരു ഹൈലി അഡ്വാൻസ്ഡ് ക്ലാസ് ആണ്. ഭക്തന്മാർക്ക് ഇത് വളരെ ആനന്ദം പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് അവരതിൽ പൂർണ്ണമായി അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് പുതിയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ സർക്കിളിൽ പ്രീച്ച് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആക്കി നമുക്കൊരു സൂം ക്ലാസ് ഓർഗനൈസ് ചെയ്യണം എന്ന് പലരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രാത്രി 7 മുതൽ 8 മണി വരെ എന്നുള്ളൊരു സമയം ഭഗവത്ഗീത ക്ലാസ് എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, രാവിലെ 8 മുതൽ 9 മണി വരെ ഭാഗവതം ക്ലാസ്, വൈകുന്നേരം 5 മുതൽ 6 മണി വരെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്, രാത്രി 7 മുതൽ 8 മണി വരെ ഭഗവത്ഗീത ക്ലാസ് എന്നിങ്ങനെ ഭഗവത്ഗീത ക്ലാസ്സും കൂടെ വരുന്ന 3-ാം തീയതി മുതൽ 2025 മാർച്ച് മാസം 3-ാം തീയതി മുതൽ രാത്രി 7 മുതൽ 8 മണി വരെയുള്ള ക്ലാസ്സും കൂടെ ഭക്തജനങ്ങളുടെ എല്ലാ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ദയവായി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതിന്റെ കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും സർക്കിളിൽ നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി ഈ ലിങ്ക് അയച്ചു കൊടുക്കുകയും നമ്മുടെ ആ ലിങ്കിൽ താഴെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരും ഫോൺ നമ്പറും വെച്ച് നിങ്ങളുടേതായ ആൾക്കാർക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരൊറ്റ പ്രോഗ്രാം കൊണ്ട് നമ്മുടെ എല്ലാവരും പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഏനകേന പ്രകാരേണ നമുക്ക് ഇവരെല്ലാവരുടെയും ഭക്തിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒറ്റ പ്രോഗ്രാം കൊണ്ട് എല്ലാവരുടെയും സർക്കിളിലുള്ള പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് കൊണ്ടുവന്ന് ഭഗവത്ഗീത എന്നുള്ള ആ രാത്രിയുള്ള പ്രോഗ്രാം ബിഗിനേഴ്സിന്റെ പ്രോഗ്രാം ആക്കി മാറ്റുകയും സൈമൾട്ടേനിയസ്ലി നമുക്കും ഓരോരുത്തർക്കും നല്ല രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് ഭഗവത്ഗീത നമുക്ക് പഠിക്കാവുന്നതുമാണ്. ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ
ഭഗവത്ഗീത വെറും 700 ശ്ലോകം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് നോക്കുകയാണെങ്കിൽ 1-2 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട് നമുക്ക് ഒരു റൗണ്ട് ഭഗവത്ഗീത കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഭാഗവതം നമുക്ക് അങ്ങനെ കഴിയില്ല. ഏകദേശം കണക്ക് നോക്കുമ്പോൾ 47 വർഷം കൊണ്ടേ ഭാഗവതം 18,000 ശ്ലോകം കവർ ചെയ്യാൻ പറ്റും. ചൈതന്യചരിതാമൃതം നമ്മൾ അല്പം സ്പീഡായിട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷെ നമുക്ക് ഉടനെ ചിലപ്പം ചൈതന്യചരിതാമൃതം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കും. എന്നാൽ ഭാഗവതം 47 വർഷമാണ് കണക്ക് പ്രകാരം വരുന്നത്. അപ്പോൾ ഭഗവത്ഗീത എങ്കിലും ഒരു 3-4 റൗണ്ട് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ പഠിക്കാനുള്ള അവസരം ഭഗവാൻ തരട്ടെ. എല്ലാ നല്ല നല്ല ഭക്തന്മാരെയും കൊണ്ട് ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഭഗവത്ഗീതയെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും ക്ലാസ് എടുക്കുന്ന ഓരോരുത്തരും മുന്നോട്ട് വന്ന് ഈ ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനും നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുള്ളൂ. താങ്ക് യു പ്രഭുജി. ദണ്ഡോത്പ്രണാം. Hare Krishna Prabhu. Thank you so much, Prabhu. Hare Krishna. Okay, Hare Krishna Prabhu leave ആയി, നമുക്ക് ക്ലോസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.